തെരഞ്ഞെടുപ്പിൽ 240 സീറ്റുമായി രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി ഒറ്റകക്ഷിയായി മാറിയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം അത് എങ്ങനെ അത് ശരിയാ NDA സർക്കാരിന് കിട്ടി മോദിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് നൽകി അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. നിങ്ങൾ തുടർച്ചയായി 3 തവണയും 100-ൽ താഴെ മാത്രം സീറ്റുകളുമായി പരാജയപ്പെട്ടതിന്റെ ജാള്യത മറച്ചുവെക്കാൻ വേണ്ടി കാണിക്കുന്ന അഭ്യാസം മാത്രമാണ്. ഞാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. കോൺഗ്രസിലേതുപോലെ എല്ലാ കാലത്തും ഒരു കുടുംബത്തിലേക്ക് റിസർവ് ചെയ്തിട്ടുള്ള ഒരു പ്രസിഡന്റ് പദമല്ല BJPയിലുള്ളത്. ഞങ്ങൾക്കതിന് പ്രക്രിയയുണ്ട്, ഒരു മെക്കാനിസം ഉണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ പേർ നിർത്തിക്കഴിഞ്ഞാൽ അനാഥമാകുന്ന രാഷ്ട്രീയ പാർട്ടിയല്ല. അതാണ് CPM ഇതിനെ കുറിച്ചൊക്കെയാണോ പറയുന്നത്? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഈ പൊന്നൊരുക്കുന്നിടത്ത് പൂച്ചയ്ക്ക് എന്താ കാര്യം? നിങ്ങൾ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. കേരളത്തിൽ സംഭവിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തിരിച്ചടിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ടുള്ള അവലോകനം നടത്തുന്നുണ്ടോ? വേണ്ട. ബംഗാളിൽ നിങ്ങൾ തുടർച്ചയായി തോറ്റു തൊപ്പി തുടർച്ചയായി നിങ്ങൾ എല്ലാ തരത്തിലും 0 അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാൾ ഗോൾഡൻ ഡക്ക് അടിച്ചുകൊണ്ടിരിക്കുന്ന ബംഗാളിനെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ത്രിപുരയെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നിങ്ങളുടെ അവസ്ഥ എന്താ? നിങ്ങൾ 30, 35 പതിറ്റാണ്ടുകൾ ഭരിച്ചെന്ന് കാലമല്ലേ, നാടുകളല്ലേ. അവിടെ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിങ്ങൾ അവിടെ ഒന്നും ഒരു ആത്മപരിശോധന നടത്തുന്നില്ല. നിങ്ങൾക്ക് തിരിച്ചു വരാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങൾ ഇരുന്ന് മറ്റുള്ളവരെ ഉപദേശിക്കുന്ന തിരക്കിലാണ്. റഹീമൊക്കെ ഇങ്ങനെ BJPയെ ഉപദേശിക്കുക, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഉപദേശിക്കുക, അങ്ങനെയാണല്ലോ. BJP ഉപദേശിക്കുക. നിങ്ങൾ ആദ്യം സ്വയം നന്നാവാൻ വേണ്ടി വല്ല ലേഹ്യം ഉണ്ടെങ്കിൽ വാങ്ങി കഴിക്ക്. അങ്ങനെയെങ്കിലും CPM നന്നാവട്ടെ. സഹിക്കാൻ പറ്റണ്ടേ? ഞാനൊക്കെ മാറി ഒരു കാലത്ത് ഇന്ത്യയുടെ പ്രതിപക്ഷ സ്ഥാനത്തുണ്ടായിരുന്നു ഇടതുപക്ഷം, കമ്മ്യൂണിസ്റ്റുകാർ. ഏറ്റവും സുഖലോലുപരായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് അവരെല്ലാ സ്ഥലത്തും പരാജയപ്പെട്ട് കേരളത്തിൽ മാത്രമായിട്ട് ഒതുങ്ങിയത്. എന്തിനെ നിൽക്കുന്നവരുടെ മനസ്സിനെ അറിയാൻ ശ്രമിച്ച തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. കേരളം അടക്കമുള്ള സംസ്ഥാനം നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഞങ്ങളെ എത്രയോ കാലം നിങ്ങളൊക്കെ ഉൽപ്പാദിപ്പിച്ച വെറുപ്പിന്റെ ഭാഗമായി തൃശ്ശൂര് ചോദിച്ചിട്ട് കൊടുത്തിട്ടില്ല. ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത്. നമ്മൾ കൊടുക്കുവോ? വെറുപ്പിന്റെ അവസാനം ശങ്കരൻകുട്ടിയോട് നായികയ്ക്ക് പ്രണയം തോന്നിയതുപോലെ മലയാളികൾക്ക് ഇപ്പൊ ഞങ്ങളോട് പ്രണയം തോന്നിയിരിക്കുകയാണ്. നിങ്ങളിപ്പോ അതിനെക്കുറിച്ചല്ലേ ആശങ്കാകുലരായിരിക്കുന്നത്? വെറുപ്പിന്റെ അവസാനം BJPയോട് കേരളത്തിലെ ജനങ്ങൾക്ക് പ്രണയമായിരിക്കുകയാണ്. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. അതിന്റെ ഭാഗമാണ് തൃശ്ശൂരിലെ വിജയം. അതിന്റെ ഭാഗമാണ് ആറ്റിങ്ങലിലെയും ആലപ്പുഴയിലെയും തിരുവനന്തപുരത്തെയും ഒക്കെ മുന്നേറ്റം. ഇനി ഒരു തിരിച്ചുവരവുണ്ടാവില്ല ശശി. നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ആശങ്കപ്പെട്ട് BJPയുടെ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായിട്ടുള്ള പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളാം. ശരി. എന്തായാലും പ്രതീക്ഷ തെറ്റിയില്ല. Yeah, I'm here to make you hurt.